ഓക്കെ. അപ്പോ ജയ ഗുരുദേവ്, പേപ്പർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ മെയിൻ ആയിട്ട് വെജിറ്റബിൾ സബ്സ്റ്റൻസ് അവിടെ നിന്നാണോ? ശരി, ഓക്കെ. പിന്നെ അതുപോലെ അപ്പൊ അങ്കിള് പറയും, അങ്കിള് വേറെ അതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞുതരും കേട്ടോ. അപ്പൊ ഇപ്പൊ പേപ്പർ കൊണ്ടുണ്ടാക്കുന്ന സാധനം നമ്മുടെ സാധാ പേപ്പർ, വേസ്റ്റ് പേപ്പറുകളില്ലേ, ന്യൂസ് പേപ്പറുകൾ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ അരച്ചിട്ട് നമ്മൾ മാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു വിസിറ്റിംഗ് കാർഡുകൾ, കല്യാണ കത്തുകൾ, കല്യാണക്കുറികളൊക്കെ ഇല്ലേ, അതൊക്കെ പ്രിന്റ് ചെയ്യുന്നത് ഇതിൽ തന്നെയാണ്. സാധാ ടൈപ്പ് കൊണ്ട് നമ്മൾ പോളിത്തീൻ കവറായിട്ട് വരുന്ന സാധനങ്ങളുണ്ട്. നമ്മൾ മാക്സിമം നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ പരിചയക്കാരോട് നമ്മൾ പറയേണ്ടത് പ്ലാസ്റ്റിക് യൂസ് ആയിട്ടുള്ള പേപ്പറുകൾ ഒഴിവാക്കാൻ. സിംഗിൾ യൂസ് പേപ്പേഴ്സ് ആണ് നമ്മൾ ഇൻവിറ്റേഷൻ കാർഡുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം അതിന് പകരം നമ്മൾ അതിൽ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. സാധാ സിമ്പിളായിട്ട്, വളരെ കാണുമ്പോൾ വളരെ കട്ടി തോന്നും, എങ്കിലും നന്നായിരിക്കും ആ സാധനം കാണാൻ. അതിൽ തന്നെ നമ്മൾ വിത്തുകൾ, ചെറു വിത്തുകൾ ഉപയോഗിക്കാം. തുളസി, ചീര, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വിത്തുകൾ ഉള്ള സാധനങ്ങൾ ഈ പേപ്പറിൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈ പേപ്പർ നമ്മൾ വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കല്യാണക്കുറിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് വെറുതെ ഒന്ന് നനച്ചിട്ട് നമ്മൾ മണ്ണിലിട്ടാൽ അത് ഓട്ടോമാറ്റിക്കലി അതിൽ വിത്ത് മുളച്ച് വന്നോളും. അപ്പം നമുക്കത് വേസ്റ്റ് ചെയ്യുന്നത് തോന്നില്ല. അതൊരു വിത്താണ്, വിത്ത് കൂടാണ്. അതുപോലെ ഇത് കണ്ടോ, ഒരു പേപ്പർ ഷീറ്റ്. ഇത് ഇതുപോലെ വേസ്റ്റ് പേപ്പറിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത പേപ്പറിൽ ഒരു വിസിറ്റിംഗ് കാർഡ് പോലെ ഉണ്ടാക്കിയതാ, നോട്ട്സ് കുറിക്കാൻ വേണ്ടിയിട്ട്. ശരിയാ? വേസ്റ്റ് പേപ്പർ, സാധാരണ വൈറ്റ് പേപ്പർ അല്ല ഇത്. ഇത് വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ് പേപ്പറിൽ ഉണ്ടാക്കിയ സാധനമാണ്. മക്കളെ ചോദിച്ചപ്പോ പെട്ടെന്ന് കയ്യിലുള്ളപ്പോ ഞാൻ എടുത്ത് കാണിച്ചു എന്ന് മാത്രം. ശരിയാ? ഇത് നമുക്ക് നോട്ട്സ് കുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. ഇതിപ്പോ മാർക്കറ്റിൽ കിട്ടും ഇതുപോലെ. ശരിയാ? ഓക്കെ, താങ്ക് യു. നമുക്കിനി ആന്റിയിലേക്ക് പോവാം വീണ്ടും. എന്താണ് ഏതാ സാറി എർത്ത് കൊണ്ട് എങ്ങനെയാണ് ചെടികൾക്ക് വളം ഉണ്ടാക്കുന്നത്? എർത്ത് വേം എങ്ങനെയാണ് ചെടികൾക്ക് വളം കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അതായത് ചെടികൾ ശരിക്കും വളരുന്നത് സ്വന്തമായിട്ട് മണ്ണിലുള്ള എന്താണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് അതുപോലുള്ള മിനറൽസ് എടുക്കാൻ പറ്റില്ല, ചെടികൾക്ക് പറ്റില്ല. ഓക്കെ. അത് ചെടികൾക്ക് എടുക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ഒരു ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനാണ് എൻസൈം എന്ന് പറയുന്നത്. ശരിയാ? എൻസൈമിന്റെ രൂപത്തിലാക്കിയാൽ മാത്രമേ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മണ്ണിരകൾ എന്താ ചെയ്യുന്ന വെച്ചാല് ഈ മണ്ണിലുള്ള ഈ പറഞ്ഞ വെജിറ്റേറ്റീവ് മാറ്റർ ഉണ്ടല്ലോ, അതിനെല്ലാം ഭക്ഷിച്ച് അതിങ്ങനെ വെളിയിലേക്ക് പുറത്തുള്ളൂല്ലോ. അത് എൻസൈമിന്റെ രൂപത്തിലാണ്, ദ്രാവക രൂപത്തിലാണ്. ചെടികൾക്ക് അത് വലിച്ചെടുക്കാം. ശരിയാ? ഓക്കെ. അപ്പൊ മണ്ണിര മാത്രമല്ല, ഒരുപാട് സൂക്ഷ്മ ജീവികൾ ഇതുപോലെ മണ്ണിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, കോടിക്കണക്കിന് ജീവികൾ. അപ്പോൾ ഓരോരോ മൂലകങ്ങൾ വെച്ചാൽ ഓരോരോ, ഇപ്പോ മഗ്നീഷ്യം, സൾഫർ, സിങ്ക് എന്നൊക്കെ പറയുന്നില്ല, ഇതൊക്കെ ഡീകമ്പോസ് ചെയ്ത് അതിന് ചെടികൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ വേറെ ഒരുപാട് ജീവജാലങ്ങൾ ആവശ്യമുണ്ട്. അപ്പം അതിന് മൈക്രോബ്സ് ഒരുപാട് മണ്ണിനകത്ത് ആവശ്യമുണ്ട്. അപ്പൊ നല്ല ലൈവ് ആയിട്ടുള്ള നല്ല ജീവനുള്ള മണ്ണിൽ മാത്രമേ ഈ ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽസും കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നാച്ചുറൽ ഫാമിംഗ്, ഓർഗാനിക് ഫാമിംഗ് ഒക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കെമിക്കലായിട്ട് കഴിക്കുന്ന സമയത്ത് ബോഡിയിൽ ഇതിന്റെ കെമിക്കലിന്റെ അക്യുമുലേഷൻ ഉണ്ടാവും. ചെടി വലിച്ചെടുക്കും, പക്ഷെ നമ്മുടെ ബോഡി അബ്സോർവ് ചെയ്യില്ല. അത് അവിടെ ഇവിടെ പറ്റിപ്പിടിച്ച് കിടന്നിട്ട് കാലക്രമേണ അത് അതിൻ്റെതായിട്ട് ചില അസുഖങ്ങൾ ശരീരത്തിലുണ്ടാകും. താങ്ക് യു. ഇനി ആന്റി, പ്രീത ആന്റി. ജയ ഗുരുദേവ്. ഗെയിമിലോട്ട് പോവാം. റെഡിയാണോ എല്ലാരും? ഗെയിം എന്ന് പറയുമ്പോൾ ഇവര് നല്ല ക്ലാപ്പിംഗ് ആണല്ലോ. ജംപ് ആൻഡ് ക്ലാപ്പ്. ഷേപ്പുകളെല്ലാം അറിയാലോ അല്ലെ? എത്ര ഷേപ്പുകൾ, ഒരുപാട് ഷേപ്പുകളില്ലേ?
ഇരുന്നാ മതി. ഗെയിം എണീച്ചൊന്നും നിൽക്കണ്ട. ഇപ്പൊ ഗെയിമിന് ഷേപ്പുകൾ നമുക്ക് സ്ക്വയർ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട് പറഞ്ഞ ഷേപ്പുകൾ? സർക്കിൾ ഉണ്ട്, സർക്കിൾ, പെന്റഗൺ, ഹെക്സഗൺ, ട്രയാങ്കിൾ, റെക്ടാങ്കിൾ, ഹാർട്ട് ഷേപ്പ് ഉണ്ട്. ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും അറിയാതുണ്ടോ? റെക്ടാങ്കിൾ ഷേപ്പ് അറിഞ്ഞൂടാതെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒബ്ജക്റ്റുകളെല്ലാം മാക്സിമം നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റുകൾ എത്ര പേർക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും? റെക്ടാങ്കിൾ ഷേപ്പ് 1 മിനിറ്റ് ആണ് ടൈം. റെക്ടാങ്കിൾ ഷേപ്പ് ആർക്കെങ്കിലും അറിയാതുണ്ടോ? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഫോണ് റെക്ടാങ്കിൾ ഷേപ്പ് ആണ്. മനസ്സിലായോ? ആ, അപ്പൊ എന്തൊക്കെയുണ്ട് പറഞ്ഞോ. എത്ര പേര്? ബുക്ക്, ഷാർപ്നർ, പെൻസിൽ ബോക്സ്, നിങ്ങൾ ടൈപ്പ് ചെയ്ത് എന്തൊക്കെയുണ്ടെന്ന് ടൈപ്പ് ചെയ്തിട്ടേ. എന്നാൽ പ്രീത ആന്റി മൈക്ക് ഓൺ ചെയ്യൂ. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കണം. എങ്ങനെയാണ് ഗെയിം എന്നുള്ള കാര്യം ഒന്നുകൂടെ പറഞ്ഞോളൂ. ഇവര് പറയുമ്പോഴത്തേക്ക് എല്ലാം ചെറുപറാന്ന് പറയാൻ തുടങ്ങി. ഗെയിം എങ്ങനെയാണെന്നുള്ള കാര്യം അതൊന്ന് മൈക്ക് ഒന്ന് ഇപ്പൊ ഓൺ ചെയ്തുതരാം. ഓക്കെ. നിങ്ങള് ഓരോരുത്തരും വിളിച്ചു കൂവണ്ട. അവിടെ ഇരുന്നിട്ട് എണീച്ചു പോയി റെക്ടാങ്കിൾ ഷേപ്പിലുള്ള എന്തൊക്കെ ഒബ്ജക്റ്റ് വീട്ടിലുണ്ട് നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. ക്യാരി എടുത്തുകൊണ്ട് വരാൻ പറ്റാത്തൊന്നും എടുക്കണ്ട. ഇപ്പൊ ഫോണുണ്ട്, ഫോൺ റെക്ടാങ്കിൾ ഷേപ്പാണ്. അതുപോലെ എന്തൊക്കെ സാധനങ്ങൾ റെക്ടാങ്കിൾ ഷേപ്പിലുണ്ട് അത് മാത്രമേ പരിഗണിക്കൂ. എന്നിട്ട് നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുക, പറയാ. ഫോൺ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എത്ര എണ്ണം കളക്ട് ചെയ്തെന്ന് നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കുക. അതാണ് ഗെയിം. അല്ലാതെ എല്ലാവരും വിളിച്ചു പറഞ്ഞ ഗെയിം എങ്ങനെയാവും? 1 മിനിറ്റ് ടൈം, 1 മിനിറ്റ് ടൈം. ഫാസ്റ്റിൽ പോയിട്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ട് എത്ര ഒബ്ജക്റ്റ് ഉണ്ടെന്ന് പറയുക. ആന്റിയോട്, സാറിനോട് പറയുക. അതാണ് ഗെയിം. റെക്ടാങ്കിൾ ഷേപ്പ്. സ്ക്വയർ ഒന്നും എടുത്തുകൊണ്ടെങ്കിൽ അത് കറക്റ്റ് ആവത്തില്ല. റെക്ടാങ്കിൾ ഷേപ്പ് മാത്രം. ടൈം സ്റ്റാർട്ട് ചെയ്തോ ആന്റി? റെഡി? 1 2 3 സ്റ്റാർട്ട് നൗ. ഓടിക്കോളൂ. ഓടി പോയിട്ട് കണ്ടെത്തിയിട്ട് വരൂ. ദേവനന്ദ എന്താ പോവാത്തെ? റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒന്നും ഇല്ലേ? പെൻസിൽ ബോക്സ് പോയി എടുത്തോണ്ട് വരൂ. അത് പോരാ, ഇനിയുണ്ട്, കൊറേ ഉണ്ട്. പോയിട്ട് കണ്ടെത്തിയിട്ട് വരണം. പോയിട്ട് 1 മിനിറ്റ് സമയമുണ്ട്. ദേവനന്ദ ഓടി പോവൂ. കളക്ട് ചെയ്യാൻ പറ്റുന്നെല്ലാം കളക്ട് ചെയ്യൂ, അല്ലെങ്കിൽ മനസ്സിൽ ഓർത്ത് വെക്കൂ. ഇപ്പൊ 30 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. ഇനി 1/2 മിനിറ്റ് സമയമുണ്ട്. Time is over now. Okay, come on, stop. Coming back. എല്ലാവരും തിരിച്ചു വരൂ. Finish now. കളക്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഓരോരുത്തർ പറയാ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തോ. ഇപ്പൊ മൈക്ക് എല്ലാവർക്കും ഓൺ ചെയ്യാം. ബുക്ക്, ആന്റിയുടെ ഓഫാണ്. നമ്മുടെ വീട്ടിൽ നമ്മളത് ആരും നോട്ട് ചെയ്യുന്നില്ലെന്നുള്ളത് അതാ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാന്ന് ഡൈനിങ് ടേബിൾ book, yes, box, steel block, ball, washing soap. very good. നമ്മൾ ശ്രദ്ധിക്കാതെ പെടുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് റെക്ടാങ്കിൾ ഷേപ്പില്. ഇപ്പൊ കണ്ടോ, ബെഡ് ഉണ്ട്. ബെഡ് റെക്ടാങ്കിൾ ഷേപ്പാണ്. പില്ലോസ് റെക്ടാങ്കിൾ ഷേപ്പാണ്. ഇതൊക്കെ ആരെങ്കിലും നോട്ട് ചെയ്തോ? ഇല്ല. സോപ്പ് ബോക്സ് നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന കട്ടിംഗ് ബോർഡ് റെക്ടാങ്കിൾ ഷേപ്പാണ്. വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന പറയട്ടെ, ടോട്ടൽ പറയും മോനെ. എത്ര
പറയൂ. ഞാൻ ബുക്ക്, ഷാർപ്നർ, പേപ്പർ, പെൻസിൽ ബോക്സ്, ഫോൺ ആൻഡ് പില്ലോ. മോണിറ്റർ റെക്ടാംഗുലർ ഷേപ്പിൽ വരത്തില്ല. മോണിറ്റർ വരത്തില്ല. കീബോർഡ് കറക്റ്റ്. ആരോ മോണിറ്റർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ. റെക്ടാംഗുലർ സ്ക്വയർ ഷേപ്പിലല്ലേ വരുന്നത്. കീബോർഡ് കറക്റ്റ് ആണ്. പറഞ്ഞോട്ടെ. ശരൺ പറയൂ. ശരൺ ആദ്യം. പെൻസിൽ ബോക്സ്. ഇതുവരെ പറയാത്തത് പറയണേ കേട്ടോ. ശരൺ, എല്ലാവരും ഇതുവരെ പറഞ്ഞത് ഡിഫറെന്റ് ആയിട്ട് പുതിയതായിട്ട് വല്ലതുണ്ടെങ്കിൽ പറയും. ഓക്കെ. സോപ്പ് കറക്റ്റ്. സോപ്പ് കറക്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. സോപ്പ് റെക്ടാംഗിൾ ഷേപ്പ് ആണ്. ടൂത്ത് പേസ്റ്റ് കറക്റ്റ്. കവർ. Yes, yes, correct. ടൂത്ത്പേസ്റ്റിന്റെ ബോക്സ് കറക്റ്റ്. ടൂത്ത് പേസ്റ്റ് അതല്ല ഷേപ്പ്. ടൂത്ത് പേസ്റ്റിന്റെ ബോക്സ് വന്ന് റെക്ടാംഗിൾ ഷേപ്പ് ആണ്. ലെങ്ത് ഉള്ളത്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ പറയാനുള്ള ആർക്കും ആരാ ഫസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഇതിനകത്തുണ്ട്. അത് നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു ഗെയിമോ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും എന്താ പറഞ്ഞോ. പറയാത്തത് പറയണം. പറയരുത്. പറയാത്ത സാധനങ്ങൾ ദേവനന്ദയുടെ ബാക്കിൽ കിടക്കുന്ന ബോർഡ് റെക്ടാംഗിൾ ഷേപ്പ് ആണ്. ബാക്ക് ബോർഡ്. ദേവനന്ദയുടെ വീടിന്റെ ബാക്കിൽ ഇരിക്കുന്ന ബോർഡ്. അത് എനിക്കും മുമ്പ് കിട്ടിയിരുന്നു. ശരി, എല്ലാരും ഓൾമോസ്റ്റ് എല്ലാരും വിന്നർ ആണ്. സ്കെയില് കറക്റ്റ്. കണ്ടുപിടിക്കാത്ത സാധനങ്ങൾ ഇനിയും ഉണ്ട്. ബെഡ്, ഏതാ എന്താ പറഞ്ഞേ? എന്താ മോനെ പറഞ്ഞേ? ശരി, അടുത്ത ഇനി എന്താ പരിപാടി? പാട്ട് പാടാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അടുത്ത എന്താ? ഗെയിം കഴിഞ്ഞു. അടുത്ത ആഴ്ച നന്നായി ഒരു ഗെയിം. ഡ്രോയിങ് ഉണ്ട്. ഡ്രോയിങ് വരച്ചോ? അവിടെ ഡ്രോയിങ് കാണിച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. അതെന്ന് സ്മിത മാം ഉണ്ട്. സ്മിത മാമിന്റെ ചില പരിപാടികളുണ്ട് ഇനി അടുത്തത്. വാ, വണ്ടർഫുൾ, സൂപ്പർ ആണല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഔ, സൂര്യൻ പറക്കുന്നു. നല്ല ഗ്രീനറി ഉള്ള 2 തെങ്ങ്. വണ്ടർഫുൾ. ആഹാ, നല്ല സ്കൈ. ഇനി കുറച്ചുകൂടെ ഉണ്ട് അല്ലേ? അപ്പുറത്തെ തടാകമാണോ താഴെ? ലേക്ക് ആണല്ലേ? ആഹാ, ലേക്ക് സൈഡിലെ വ്യൂ ആണ് സൺസെറ്റിന്റെ ടൈമില്. ശരിയാണോ? ഈവനിങ് ആണോ? ഈവനിങ് ആണോ മോർണിംഗ് ആണോ? ഈവനിങ്. ഓക്കെ. നോ, അപ്പൊ അങ്കിളിന്റെ ഊഹം തെറ്റിയില്ല. ശരി ശരി, താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. അതെവിടെയാ ക്രാഫ്റ്റ്? വാവ്, വണ്ടർഫുൾ. എന്താ അത്? വെരി നൈസ്, ബ്യൂട്ടിഫുൾ, നൈസ്. ഓക്കെ. ഓ, എന്താ ലൈവ് അല്ലേ? സ്മിതാൻറ്റി, സ്മിതാൻറ്റി എവിടെ? ജയ് ഗുരുദേവ്. ജയ് ഗുരുദേവ്. കണ്ടിട്ട് കുറേയായി. ആ, കുട്ടികൾക്ക് എന്താണ് ഇപ്പൊ നമുക്ക് മക്കൾക്ക് കൊടുക്കാനുള്ളത്? സർ, കുറച്ച് ഫിറ്റ്നസ് ടിപ്സ് തരാം കുട്ടികൾക്ക്. ഫിറ്റ്നസ് ടിപ്സ്, എസ്പെഷ്യലി ഐ എക്സസൈസും നെക്ക് എക്സസൈസും. ഇപ്പൊ എക്സാംസ് ഒക്കെ വരുമ്പോ ആ സമയത്ത് കുട്ടികൾക്ക് സ്ട്രെസ് റിലീസ് ആവാൻ 3 days വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു ശ്രീ യൂണിവേഴ്സിറ്റി.
അപ്പൊ അവിടുന്ന് ഞാൻ യോഗ സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് അവർ പഠിപ്പിച്ചു തന്നതാ. സോ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ അവർ കിഡ്സ് ആൻഡ് ഫോർ എൽഡേഴ്സ് ഓൾസോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത മക്കളെ. മേധ, കൃഷ്ണേന്ദു. डोर बंद कर दिला म्हणून वॉशिंग मिक्सर चालू मत സ്റ്റാർട്ട് തുടങ്ങട്ടെ സർ? യെസ്, വെൽക്കം. ഓക്കെ. ഇരുന്നിട്ട് തന്നെ ആവാം കുട്ടികള്. യു നീഡ് നോട്ട് സ്റ്റാൻഡ് എനിവെയർ. ഫസ്റ്റ് ഓഫ് ഓൾ ജയ് ഗുരുദേവ് എല്ലാം കുട്ടികൾക്ക്. ടു ഗുരുവായൂരപ്പൻ സർ and to Preeta madam, wonderful session ma'am. It was a very wonderful session, and thank you to Ratish sir also. I couldn't say personally thank you, but it was very nice session and interaction to meet sir also. അപ്പൊ കുട്ടികളെ ഇപ്പൊ പരീക്ഷയ്ക്കെല്ലാം വരുമ്പോ യു മസ്റ്റ് ബി നന്നായിട്ട് പഠിക്കണ്ടാവും നിങ്ങൾ എല്ലാരും അല്ലേ? അടുത്ത മാസം പരീക്ഷ വരുന്നുണ്ടാവും. അപ്പോ നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇങ്ങനെ താഴെ പുസ്തകം ഇങ്ങനെ നോക്കി നമ്മളുടെ ഹെഡ് ആക്ച്വലി നെക്കും ഇതെല്ലാം പുസ്തകത്തിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോ ഇവിടെ എന്താ ഉണ്ടാവുക? കുറച്ച് പെയിൻ വരും, വേദന വരും അല്ലേ? യെസ് ഓർ നോ? അപ്പൊ ആ വേദന വരാതെ ഇരിക്കാൻ വേണ്ടിട്ട് ഇന്ന് സ്മിത ആന്റി ഒരു ചെറിയ ഒരു ഈസി ടെക്നിക് പറഞ്ഞു തരാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ആ വേദന ഉള്ളതെല്ലാം പോവും. വരാതെ ഇരിക്കാനും നമുക്ക് ശ്രമിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ട അറിയാമോ? നമ്മള് ഈ റൈറ്റ് ഹാൻഡ് 4 ഫിംഗേഴ്സിലെ തമ്പിനെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ 4 ഫിംഗേഴ്സ് വെച്ചിട്ട് പിന്നിയില് നെക്കിന്റെ പിന്നിയില് നന്നായിട്ട് പ്രസ് ചെയ്യാം, നന്നായിട്ട് മസാജ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് കൊണ്ട് 4 ഫിംഗേഴ്സ് വെച്ചിട്ട് തമ്പ് ക്ലോസ് ചെയ്തിട്ട് നന്നായി പിന്നിയിൽ ഇങ്ങനെ മുകളിൽ തൊട്ട് താഴെ വരെ നെക്കിന് നന്നായിട്ട് മസാജ് ചെയ്യൂ. നിങ്ങളും ചെയ്യോ ഇപ്പൊ തന്നെ? അത് യു ക്യാൻ ഫീൽ. യെസ്, നന്നായിട്ട് മസാജ് ചെയ്യാം. യു ഷുഡ് ഫീൽ. ആ ഭാഗം നന്നായിട്ട് സോഫ്റ്റ് ആവണം. അപ്പൊ നിങ്ങളുടെ എല്ലാം സ്ട്രെസ് റിലീസ് ആവും. നന്നായിട്ട് മസാജ് ചെയ്തേ. വെരി ഗുഡ്. അങ്ങനെ തന്നെ റൈറ്റ് ഹാൻഡ് താഴെ വെച്ച് ലെഫ്റ്റ് ഹാൻഡ് നൗ യൂസ് ഇതാണ് പൊസിഷൻ. ലെഫ്റ്റ് thumb close, 4 fingers. Again go back to the neck. Again start pressing with the left hand. Left hand നന്നായിട്ട് മസാജ് ചെയ്യൂ from top to down. Relax. Then we will do neck rotation slowly and gently. എങ്ങനെയാ ചെയ്യണ്ടോ? Very slowly. Don't start, my dear child. Sarangi, wait. There is some rules which we have to follow. We are doing it correctly only, but just listen carefully. What you have to do with the breathing, we have to do. So take your neck back, bring it down. The chin should touch your chest, and slowly clockwise we have to rotate. Slowly and gently with the breathing. Relax first round. Breathe in. Rotate your neck very gently. And breathe out one more time. Clockwise direction. Breathe in. And breathe out. Now opposite direction. Breathe in. And breathe out one more time. Breathe in. And breathe out. Breathe in. And breathe out. And relax. Now today eye exercise I will teach you. Eye exercise. Mostly what happens, nammal computer അല്ലെങ്കിൽ laptop ഇങ്ങനെ നോക്കുമ്പോൾ our eyes gets dried up. So first we'll do rub our hands. നന്നായിട്ട് rub ചെയ്യാം. Fast. നന്നായിട്ട് rub ചെയ്ത് you should feel the heatness and keep it on your eyeballs. You should feel the heatness. This is very good to release the stress and feel the tiredness, to relax our eyes. Slowly massage chia. Very slowly and gently rub your eyeballs and the eye area. Very slowly and gently. So whenever you feel stress, so like that you have to rub very nicely till the hands get warm. Nannayittu choodu kayil thonanam, and keep on your eyeballs. Feel the heatness and then slowly rub. Now one more exercise. Take your right hand, show the thumbs up, and observe the tip of your thumb. Tip of your thumb, and focus on it. You have to focus on that. Tip of the thumb, please focus, and slowly turn it to the right hand side. Only the eyeballs will move to the right hand side. Neck will be straight.
This is very good exercise for your eyes. Come back to the center. Keep your right hand down. Now take your left hand. Again, thumbs up. Observe your tip of your thumb and move it to the left hand side. Only your eyeballs will move and the hand will be to the left. Remain there. Come back to the center and relax. Now, after sitting for a long time, there will be pain in this area. So relax. How to relax? Just pump your shoulders. Pump, pump, pump like this. Just remove the stress. Just pumping. This is pumping shoulders exercise. This will remove all the stress from this area. So that's the healthy tips for your eyes and for your necks. So all the best. Thank you, children. Jai Gurudev. That's all, sir. വെരി ഗുഡ്. Thank you. എന്തായാലും ടൈമിലി നല്ല ഒരു ആക്ടിവിറ്റി ആയി ഇല്ലേ പ്രീത ആന്റി? ശരിയല്ലേ? Yes, yes. Ah, Children needed. അതെ, Very good session, ma'am. Very nice. ടൈമില് അതായത് ഒന്ന് എക്സാമിന്റെ ടൈം അടുക്കുകയാണ്. ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യട്ടെ മക്കളെ. നിങ്ങൾ ചെയ്തെല്ലാം എല്ലാം കൂടെ നമുക്ക് ഹാർഡ്ലി ഒരു 5 minutes എടുക്കും അല്ലേ? അത്രയല്ലേ വരുന്നുള്ളൂ ആന്റി? അല്ലേ? ഹാർഡ്ലി 5 minutes. നമുക്ക് അത്രയും നമുക്ക് സ്പെൻഡ് ചെയ്യണം ഡെയിലി. സ്പെൻഡ് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് പ്രത്യേകിച്ച് പരീക്ഷ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. പരീക്ഷ എന്ത് ക്വസ്റ്റ്യൻ വരും, എന്തൊക്കെയാവുന്നുള്ളത്, അതിനെക്കുറിച്ച് നമുക്ക് ഡൗട്ട് ഒന്നും വേണ്ട. എന്തായാലും മാസ്റ്റർ ഉണ്ടല്ലോ അല്ലെ, ഗുരുവിന്റെ ഗുരുത്വമുള്ള ആൾക്കാരാണ് നമ്മൾ, ശരിയല്ലേ? ബ്ലെസ്സിങ് ഉണ്ട് നമുക്ക്. അതുകൊണ്ട് എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല മാർക്കൊക്കെ വരും. പക്ഷെ നമ്മൾ എന്തായാലും വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എന്നാലും നമുക്ക് പോരാ എന്നൊരു തോന്നൽ വരുമ്പോൾ ടെൻഷൻ ആവും. അപ്പൊ ആന്റി പറഞ്ഞ പോലെ അല്ലേ, അവിടെ നെക്കില് ചെയ്യാം, മസാജ് ചെയ്യാം. പറഞ്ഞ മെത്തേഡെല്ലാം പിടികിട്ടിയല്ലോ. പിന്നെ കണ്ണിനുള്ളത് ഗംഭീരം നന്നായിട്ടുണ്ട്. എന്റെ കണ്ണ് തന്നെ ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഫോണ് കമ്പ്യൂട്ടർ ഒന്നും നോക്കുന്നില്ല, ഇതൊക്കെ കാരണം. അപ്പൊ ഇന്നിപ്പോ എനിക്ക് വളരെ യൂസ്ഫുൾ ആയി. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് ടു സ്മിത ആന്റി ഫ്രം മൈ സൈഡ്. ഓക്കെ, ദെൻ പമ്പിങ്. പെട്ടെന്ന് നമുക്ക് റിലാക്സേഷൻ കിട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരും വളരെ ലക്കിയസ്റ്റ് ആണ് അല്ലെ? ലക്കിയസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ശരി. ഇനി മക്കൾക്ക് ഇനി എന്തെങ്കിലും കഥകളോ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്കായിട്ടുള്ള? നമ്മുടെ ഹോംവർക്കുകളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? പേരൻസിന്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചോ എല്ലാവരും? എത്ര പേര് വാങ്ങിക്കാത്ത ആൾക്കാരാരാ ഉള്ളത്? വാങ്ങിക്കാത്തവർ തംസ് ഡൗൺ ചെയ്യൂ. വാങ്ങിച്ചവർ തംസ് അപ്പ്, വാങ്ങിക്കാത്തവർ തംസ് ഡൗൺ. ഓ, സാരംഗി വാങ്ങിച്ചില്ലേ? എന്ത് പറ്റി? പറയൂ. വൈ? ശരണ്യ? മറന്നുപോയി. ആഹാ, ഭക്ഷണം കഴിക്കാൻ മറന്നുവോ? അത് ഭക്ഷണം നിങ്ങൾ ഇന്ന് മുതൽ ഈ മൊമെന്റ് മുതൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാം. രാവിലെ നമ്മൾ എണീറ്റ ഉടനെ തന്നെയാണ് ബ്ലെസ്സിങ് വാങ്ങിക്കേണ്ടത്. ഇൻ കേസ് അത് മറന്നു പോവാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ വാങ്ങിക്കുന്നുള്ളതായി തീരുമാനം എടുക്കാം. ഇപ്പൊ പാരന്റ്സ് അവിടെ അടുത്തുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? പോയിട്ട് പെട്ടെന്ന് ബ്ലെസ്സിങ് വാങ്ങിട്ട് വരൂ. ഇപ്പൊ തന്നെ പോയിട്ട് ബ്ലെസ്സിങ് വാങ്ങിട്ട് വരൂ, ചെയ്യാത്തവര്. ഓക്കെ, കുറെ പേര് പറയാത്ത ആൾക്കാര്. ജാനവിയൊക്കെ ഇപ്പൊ പോകുന്നേ ഉള്ളൂ അല്ലെ? നവനീത് കൃഷ്ണ ബ്ലെസ്സിങ് എന്താ മോനെ? ചെയ്യാറുണ്ട്. വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ഡെയിലി ചെയ്യുന്ന ആളുകൾക്ക്. ബിഗ് ക്ലാപ്പ്. അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ എന്തായാലും യൂട്യൂബിൽ ഇടാം കേട്ടോ. കുറെ പേർക്ക് യൂസ്ഫുൾ ആണ്. അന്ന് പങ്കെടുക്കാൻ പറ്റാത്തവരൊക്കെ കണ്ടിട്ടേ അസൂയാവും, നേരിട്ട് പങ്കെടുക്കായിരുന്നു എന്ന് അല്ലേ നവനീത് കൃഷ്ണ? ശരിയല്ലേ? യെസ് ഓർ നോ? ഓ, കണ്ണൊക്കെ റെഡിയായി. ഓക്കെ, അപ്പൊ നമുക്കിനി പിന്നെ എന്താണ്, നാരായണ സേവ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ 4 പേരോട് പറയണം കേട്ടോ, ഫ്രണ്ട്സിനോടൊക്കെ പറയണം. ദെൻ അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഡെയിലി ഒരു പിടി അരി മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഒരു കോയിൻസ് എന്തെങ്കിലും എടുത്തു വെക്കണം. അത്യാവശ്യം ആളുകൾക്ക് സഹായിക്കണമെങ്കിൽ പാവപ്പെട്ടവർ കാണുന്ന സമയത്ത് നിങ്ങൾക്കത് സഹായിക്കാം. ഇനി ഒന്നും അല്ലെങ്കിൽ അങ്കിളിനോട് പറഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാരുണ്ട് അങ്കിളുടെ നാട്ടില് വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന പെസ്റ്റിസൈഡ് കൊണ്ട് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ക്യാൻസറും അതുപോലെ തലയൊക്കെ. അന്ന് നമ്മൾ വീഡിയോ കണ്ടില്ലേ കുറെ കുട്ടികള്?
ഇല്ലേ, കണ്ടില്ലേ? കണ്ടായിരുന്നു? നമ്മുടെ യൂട്യൂബിലുണ്ട്, അങ്കിളുടെ യൂട്യൂബ് ചാനൽ നോക്കൂ. യൂട്യൂബ് ചാനൽ പോവാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? സാർ പിന്നെ സാറിന്റെ ഒരു വീഡിയോയിലുണ്ടായി ഒരു സ്ഥലത്ത് മാവിലൊക്കെ മരുന്നടിച്ചത്. ആ, ഇന്നത്തെയാണോ? ഇന്ന് കണ്ടതാണോ? പേരെന്താ? കുറച്ച് മാസങ്ങൾ മുമ്പ് കണ്ടതാ. ആ, അത് 15 വർഷം മുമ്പിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഏഷ്യാനെറ്റിൽ ഒന്നല്ലേ അല്ലേ? ആ, അത് അവിടെ കീടനാശിനി മുതലമട എന്ന് പറഞ്ഞ ഒരു വില്ലേജില് പെസ്റ്റിസൈഡ് അടിച്ചത് കൊണ്ട് എൻഡോസൾഫാൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ കുറെ പെസ്റ്റിസൈഡ് ഉണ്ട്. അതിവിടെയൊക്കെ ബാൻ ചെയ്തു. അങ്കിളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തു. കുറെ പേരുണ്ടായിരുന്നു, അത് ബാൻ ചെയ്തു. പക്ഷെ വേറെ പെസ്റ്റിസൈഡ് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തലയൊക്കെ വലുതാകുന്ന കുട്ടികൾ, അതുപോലെ എന്താണ് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, ഒരുപാട് സഫക്കേഷൻ, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. നൂറ്റുകണക്കിന് ആളുകളുണ്ട്. ജോലിയില്ല, ഭയങ്കര കഷ്ടപ്പാട്, ചിലര് സൂയിസൈഡ് ചെയ്തു. ഇതിപ്പോ ഞാൻ ഇന്നലെ കേട്ടു, മാംഗോ ഫാമേഴ്സ് ഉണ്ടല്ലോ, മാംഗോ ഫാമേഴ്സ് അല്ല, ഈ ഇതിന്റെ റെന്റിനെടുത്തിട്ട്, തോട്ടം റെന്റിനെടുത്തിട്ട് മിഡിൽമെൻ ഇല്ലേ, മിഡിൽമെൻ എന്ന് പറയില്ലേ, കർഷകര് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇത് കളക്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ മിഡിൽമെൻ എന്ന് പറയും. ആ മിഡിൽമെന്റെ വീട്ടില് ക്യാൻസർ വന്ന് ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. ഇത് മിനിഞ്ഞാന്ന് ഒരാൾ മരിച്ചു, ഒരു ചെറുപ്പക്കാർ, 27-28 വയസ്സായുള്ള ക്യാൻസർ ആണ്. ഞങ്ങൾ അവിടെ സർവേ ചെയ്തു, സ്റ്റഡി ചെയ്തപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ നമ്മൾ പെസ്റ്റിസൈഡ് കൊണ്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല കേട്ടോ. പെസ്റ്റിസൈഡിൽ എത്ര കുറയ്ക്കാൻ പറ്റുമോ കുറയ്ക്കണം. കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അതേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അങ്കിൾ എന്താ ചെയ്യുന്ന വെച്ചാൽ, ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, കണ്ടായിരുന്നോ? പെസ്റ്റിസൈഡിന് പകരം ഗുരുജി പറഞ്ഞ പോലെ പഞ്ചഗവ്യ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫാം നമ്മൾ കംപ്ലീറ്റ് ഓർഗാനിക് ഫാം ആക്കി മാറ്റി കഴിഞ്ഞു. നമ്മുടെ നല്ല മാമ്പഴം ഇപ്പൊ ആയിക്കഴിഞ്ഞു, അങ്കിളിന് തന്നിട്ടുണ്ട്. അതിനെ ഞാനിപ്പോ പഴുപ്പിച്ച് റെഡിയാക്കിയിട്ട് അതിന്റെ വീഡിയോ ഒക്കെ ഇടാം. ശരിയാ? ഓക്കെ. ആ, നവനീത് എന്തോ? ആ, മോളെ ഏത് ഗ്രൂപ്പിലാ ഉള്ളത് ഇപ്പോ? SSK ഏതാണ് അതിന്റെ പേര്? ഞാനിപ്പോ എല്ലാ ഗ്രൂപ്പിലും ഇടുന്നുണ്ട്. എന്ത് പറയും, എങ്ങനെ അറിയുന്ന എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഇടാം. ആ, ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഇടാം കേട്ടോ. ഇന്നത്തെ പ്രോഗ്രാമിന്റെ എല്ലാ ഗ്രൂപ്പിലും ഇടാം. ശരി. അപ്പൊ എന്നിട്ട് അങ്കിളിന്റെ ആ ഒരു ചാനലില് ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ഉണ്ട്, പിന്നെ കുറച്ച് യൂസ്ലെസ് ആയിട്ടുള്ള കുറെ ഒക്കെ ഉണ്ടാവും. കുട്ടികളുടെ വെറുതെ കുറെ തമാശക്കൊക്കെ എടുത്ത കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതൊക്കെ എടുക്കണം കേട്ടോ. എന്റെ മക്കളൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്യും. അവർ ഫുട്ബോൾ കളിക്കുന്നത് അതൊക്കെ ചുമ്മാ ഗ്രൗണ്ടിൽ നിന്നിട്ട് ഞാൻ തന്നെ എടുത്തത്. പിള്ളേരെടുത്തിട്ട് ഇപ്പൊ തന്നെ ഇടണേ, ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞിട്ട് ആ കളിച്ച കുട്ടികൾ 10-30 ഉണ്ട്. എല്ലാം കൂടെ അത് നോക്കി, വേറെ ആരും നോക്കിയിട്ടില്ല. ഓക്കെ, എങ്കിലും കുറെ യൂസ്ഫുൾ ആയി, കുറെ സയന്റിഫിക് ആയിട്ടുള്ള കുറെ ഫാക്ട്സ് അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും എന്തെങ്കിലുമൊക്കെ. റൈറ്റ്. ചൈൽഡ് സയന്റിസ്റ്റ് കോമ്പറ്റീഷൻ നടത്തിയത് അതിന്റെ ഉണ്ട്. പറയുമോനെ, ആരായിരുന്നു? നവനീതാണോ? അരവിന്ദ്. ആ, പറയൂ അരവിന്ദ്. എന്റെ പേരെന്താ? എന്റെ പേര് എന്താ എഴുതിയിരിക്കണ? ഗുരുവായൂരപ്പൻ സാർ. ഗുരുവായൂരപ്പൻ. TR എന്ന് വെച്ചാൽ ടീച്ചർ. ഗുരുവായൂരപ്പൻ, അത്രേ ഉള്ളൂ. ഗുരുവായൂരപ്പൻ, S ഗുരുവായൂരപ്പൻ. നിങ്ങളുടെ പേര് S ഗുരുവായൂരപ്പൻ എന്നാണ് കേട്ടോ. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്കൊരു സത്സംഗ് ആയാലോ? സത്സംഗ്, യു ഹാവ് ടു ഡാൻസ്. നോക്കാം, നമുക്ക് സത്സംഗം തപ്പിയെടുക്കട്ടെ. അതിനിടയ്ക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോളൂ. ആ, പിന്നെ അതുപോലെ നമ്മുടെ പാരന്റ്സിനെയൊക്കെ സഹായിക്കുന്ന പരിപാടി ഉണ്ടോ നിങ്ങള്? പാരന്റ്സിന് ഇപ്പൊ എന്തൊക്കെയാ സഹായിക്കുന്ന പറയൂ, ഒരു 1 or 2 minutes. ഞങ്ങൾക്ക് ഇവിടെ പറമ്പുണ്ട്, അത് വൃത്തിയാക്കാൻ ഞാൻ സഹായിക്കാറുണ്ട്. ഓ, വെരി ഗുഡ്. സാർ, ഇവിടെ ഒരു ദിവസം എൻ്റെ അച്ഛൻ തുരിശും കുമ്മായവും കലക്കി ഒരു മരുന്നുണ്ടാക്കി. എന്നിട്ട് അത് ചെടികൾക്ക് അടിച്ചു. എന്നിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ അതിന്റെ ഇലയൊക്കെ ഉണങ്ങിപ്പോയി, അടിച്ചിട്ട് അച്ഛൻ. അത് അളവ് കൂടിപ്പോയി, മനസ്സിലായോ? അളവ് കൂടിപ്പോയി.
ഞാന് അമ്മേനെ ബെഡ്ഷീറ്റ് വിരിക്കാൻ കൂടും. ഓ വെരി ഗുഡ് വെരി ഗുഡ്. ആഹാ, ചെടി നനയ്ക്കുന്നുണ്ട്. വെരി ഗുഡ്. ദെൻ വെള്ളം ഒഴിക്കാറുണ്ട്. ആ ഹാ ഹാ ആ അതാ സർ, പായ. ഞാൻ അച്ഛൻ്റെ ഒപ്പം കിടാവിനെ കിട്ടാൻ സഹായിക്കും. ഓ ആ സർ എന്റെ അടിച്ചു ഡ്രസ് വാരാൻ. ഞാൻ അലക്കും. ഓ ദേവനന്ദ സ്വന്തം ഡ്രസ്സ് അലക്കുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാ ചോദിച്ചത് കേട്ടോ. സ്വന്തം ദേവനന്ദയല്ല, ഞാൻ ദേവനന്ദ അടിച്ചു വരാറുണ്ട്. ഓക്കെ. സോ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. നല്ല കുട്ടികള്. അത് കീപ്പ് അപ്പ് ഇറ്റ് ചെയ്യൂ. കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നമ്മൾ അതുപോലെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയണം കേട്ടോ. വീട്ടിൽ അമ്മ ചെയ്യുന്ന അച്ഛൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കണം, അവര് പറയാതെ. ഓക്കെ, സാരംഗി എന്താ കൈ പൊക്കിയത്? പറയൂ. കാരണം കൂടി പറയാനാണ്. ആ പറഞ്ഞോളൂ. അമ്മ ഒരു പ്രാവശ്യം പണിയായി സിക്കായിപ്പം ഞാൻ അമ്മയടുത്ത് ചോദിച്ചു, അമ്മ ലെമൺ ജ്യൂസ് വേണം. അപ്പൊ ഞാൻ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. വാവ്, വണ്ടർഫുൾ വണ്ടർഫുൾ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ച് ചെയ്യണം കണ്ടോ. നല്ല ക്ലാപ്പ് കൊടുത്തേ കണ്ടോ. അവരൊക്കെ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കയറി സഹായിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക്